അതേസമയം തിരുവനന്തപുരം വർക്കലയിൽ യുവതി നേരിട്ട ആക്രമണത്തിൽ റെയിൽവേക്കെതിരെ കുടുംബം രംഗത്തെത്തി. ആക്രമണം ആവർത്തിക്കുന്നെന്നും റെയിൽവേക്ക് അനക്കമില്ലെന്നും ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചികിത്സ വൈകുന്നെന്നും കുടുംബത്തിന്റെ പരാതിയുണ്ട്. പ്രതികരണത്തിലേക്ക് പോകാം. ഞാൻ ഇപ്പൊ കയറി കണ്ടിട്ട് ഇറങ്ങിയത്. അവസ്ഥ എന്ന് പറഞ്ഞത് വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. കാലൊക്കെ പിടിച്ചപ്പോൾ ഫുൾ ഐസ് പോലെ കിടക്കുക. ഒരു അനക്കമില്ല, ഒന്നുമില്ല. ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാ ഡോക്ടർമാരും കൂടി വന്നിട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷമേ മുൻപോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും സമയമായില്ലേ, ഒന്നുമില്ലാതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? എന്തെങ്കിലും പറ്റുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞാല് എന്നെ കുറിച്ച് നല്ലൊരു ബെറ്റർ ചികിത്സ കിട്ടണം. അതിപ്പോ ഇവിടെ ആയാലും എവിടെ ആയാലും എങ്ങോട്ടായാലും എനിക്ക് നല്ലൊരു ചികിത്സ കിട്ടണം. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. 2 ജീവനാണ് അയാൾ അത്രയും ഇത് ചെയ്തത്. അതും ലേഡീസ് കമ്പാർട്ട്മെന്റ് കയറി ഒരു ആണൊരുത്തം ഇരുന്നിട്ട് അത് അന്വേഷിക്കാനോ തിരക്കാനോ ഒരു മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നു. നമുക്ക് ആകെ സുരക്ഷിതം കിട്ടുന്നത് ലേഡീസ് കമ്പാർട്ട്മെന്റ് ആണ്. അവിടെ അതില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അല്ല ഇവിടെ ആണെന്ന് അറിഞ്ഞപ്പോ തൊട്ടേ എന്റെ നെഞ്ചിക്കൂടെ തീ തന്നെയാണ്. എനിക്കത് ടെൻഷൻ തന്നെയാണ്. അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ സോളമൻ, ഒരമ്മയുടെ വിഷമമാണ്, ദുഃഖമാണ്, രോഷമാണ് നമ്മൾ കേട്ടത്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ, ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ തന്നെ നമുക്കെല്ലാം ഉള്ളിലുണ്ടായ ഒരു വിഷമം, അതിന്റെ ഒരു രോഷമൊക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ അവർ റെയിൽവേക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു വിഷയത്തിൽ പറയുന്നത് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവർക്കൊരു പൂർണ്ണ വിശ്വാസമില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് കുടുംബം പറയുന്നത്? ശ്രുതി, ഇന്നലെ 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി ICUവിൽ ഈ ശ്രീകുട്ടിയെ പ്രവേശിപ്പിച്ചത്. കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ അബോധാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ ബോധക്ഷയം നേരത്തെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് വർക്കല സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ ആദ്യം അറിയിച്ചത്. അതിനുശേഷം ഗുരുതരാവസ്ഥയിലായതിനു പിന്നാലെയാണ് ഈ ശ്രീകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. പക്ഷേ ഇവിടെ എത്തിച്ച് സർജറി ICUവിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകിയിരുന്നത്. പക്ഷേ 12 മണിക്ക് ശേഷം മെഡിക്കൽ ബോർഡിൽ നിന്നും ചില അധികൃതർ അറിയിച്ചത് ഈ വെന്റിലേറ്റർ മാറ്റി നിലവിൽ ഒരു അടിയന്തര ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. നിലവിൽ ഈ ഇന്റേണൽ ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ നൽകി വരുന്നു, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ ആദ്യഘട്ടത്തിൽ നൽകിയ വിശദീകരണം. പക്ഷേ പിന്നീട് ഇന്നിപ്പോൾ ഈ ശ്രീകുട്ടിയുടെ അമ്മ ബാംഗ്ലൂരിൽ നിന്നും 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലെത്തിയിരുന്നു. മറ്റൊരു വിവാഹ ചടങ്ങുമായി അവർ നിലമ്പൂരിലുണ്ടായിരുന്നു. ഈ ഇൻസിഡന്റ് വാർത്തയിലൂടെയാണ് അവർ അറിയുന്നത്. അതിന് പിന്നാലെ ഇന്ന് ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് വന്ന് മകളെ കാണുന്നത്. മകളെ കാണുമ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ശ്വാസം എടുക്കുന്നതെന്നും ഡെഡ് ബോഡിയെ പോലെയാണ് തന്റെ മകൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത്. തണുത്ത് മരവിച്ച ഒരു ശരീരമാണ് കണ്ടത്. കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചികിത്സ നൽകിയിട്ടില്ല. ഡോക്ടർമാരോട് ഈ കാര്യം തിരക്കിയപ്പോൾ തന്നെ 48 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ള വിശദീകരണം. ഇപ്പോൾ തന്നെ ഈ 1 മണിയോടുകൂടി തന്നെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബോർഡ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗം കഴിഞ്ഞാൽ മാത്രമേ ഇനി എന്ത് ചികിത്സയാണ്, തുടർ ചികിത്സ ഈ കുട്ടിക്ക് നൽകാൻ കഴിയുന്നുള്ളത് ഡോക്ടർമാർ വ്യക്തമാക്കുകയുള്ളൂ. കാരണം ഇന്റേണൽ ബ്ലീഡിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ അടിയന്തര ചികിത്സ അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള മറ്റ് ശസ്ത്രക്രിയകളൊന്നും തന്നെ നൽകാൻ തയ്യാറായിട്ടില്ല. നിലവിൽ ഈ ശ്രീകുട്ടിയുടെ അമ്മ പ്രിയദർശിനി പങ്കുവെക്കുന്നത് 20ഓളം മുറിവുകൾ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ ഈ അമ്മയോട് പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ശരീരത്തിൽ പ്രധാനമായും തലയിലേറ്റ ക്ഷതം, 2 മുറിവുകൾ ഈ തലയിൽ ഏറ്റിട്ടുണ്ട്. മറ്റൊന്ന് നട്ടലിൽ സംഭവിച്ചിട്ടുള്ള ക്ഷതം. ഈ 3 ക്ഷതങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഈ ആന്തരികമായിട്ടുള്ള ബ്ലീഡിങ്ങിനും കാരണമായിരിക്കുന്നത്. നട്ടലിൽ ഈ ചവിട്ടി എടുത്തെറിയുമ്പോൾ തന്നെ 2 ട്രാക്കുകൾക്കിടയിലാണ് ശ്രീകുട്ടി വീണിരിക്കുന്നത്. അവിടെ സംഭവിച്ച ക്ഷതം എന്തായാലും ബോധക്ഷയത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇതുവരെയും ഓർമ്മ തിരിച്ചു കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അമ്മ പ്രിയദർശിനിയെ വന്ന് മകളെ കാണുമ്പോൾ പ്രതികരിക്കാതെ വാ പൊളിച്ചു കിടക്കുന്ന ഒരു മകളെയാണ് കണ്ടു എന്നുള്ളത് വൈകാരികമായിട്ട് അവർ പങ്കുവയ്ക്കുന്നു. ഡെഡ് ബോഡിയെ പോലെ കിടക്കുന്നു എന്നുള്ള വൈകാരികമായ പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കുന്നു. പക്ഷേ മെഡിക്കൽ കോളേജിനെതിരെ ഇങ്ങനൊരു ആരോപണം ആ കുടുംബം ഉയർത്തുമ്പോൾ കൃത്യമായിട്ടുള്ള ചികിത്സ മകൾക്ക് നൽകിയേ മതിയാകൂ. താൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. പലപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ മതിയായ സുരക്ഷ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. പല സ്ത്രീകളും ടോയ്ലറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യേണ്ടുന്ന അവസ്ഥകൾ, ചില അനുഭവങ്ങൾ അവർ കണ്ടിട്ടുണ്ട്, നേരിട്ട് അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്, പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ റെയിൽവേക്കെതിരെയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിനെതിരെയും ഒരുപോലെ അവർ ആരോപണം ഉയർത്തുന്നു. കൃത്യമായിട്ട് ചികിത്സ നൽകണം. ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു ചികിത്സയും നൽകിയിട്ടില്ല. വെറും വെന്റിലേറ്ററിലെടുത്ത് മകളെ കിടത്തിയിരിക്കുന്നു അടക്കമുള്ള ആരോപണങ്ങളാണ് നിലവിലുയർത്തുന്നത്. അത് ഒരുപക്ഷെ വൈകാരികമായിട്ടുള്ള പ്രതികരണമായി നമുക്ക് കണക്കാക്കാം. പക്ഷെ അപ്പോഴും ഇനി ഈ മെഡിക്കൽ ബോർഡ് കൂടി അതിനുശേഷം മാത്രമായിരിക്കും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇത് സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത്, ഇനി എന്താണ് തുടർ ചികിത്സകൾ വേണ്ടി വരുന്നതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. കാരണം ഇത് ശസ്ത്രക്രിയ വേണമോ വേണ്ടയോ എന്നുള്ള ഘട്ടത്തിൽ ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല. ഇന്നലെ
വെന്റിലേറ്റർ മാറ്റി എന്ന് പറഞ്ഞ ഡോക്ടർമാർ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രിയദർശിനി വന്ന മകളെ കാണുമ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ചികിത്സ തുടരുന്നു എന്നുള്ളതാണ് ആ അമ്മ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറെക്കുറെ ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് ആ കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും മതിയായ ചികിത്സ വേണം. അതിനോട് ഉപരിയായി ഒരു ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് റെയിൽവേക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇനിയെങ്കിലും ഒരുക്കിയേ മതിയാകുള്ളൂ. മറ്റൊരു വ്യക്തിക്ക് ഇനി ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ശ്രുതി ഇപ്പോൾ ഈ പ്രിയദർശിനി ഉന്നയിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.